ഭഗവാന്റെ സ്വർണം കൊണ്ടുപോയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രതികളെ രക്ഷിക്കാൻ ഒരു പ്രതിപ്പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നു SIT എന്നുള്ളതാണ്. ആദ്യത്തേതിൽ പ്രഥമ സ്ഥാനത്തേക്ക് അവർ കൊണ്ടുവയ്ക്കുന്നത് മുരാരി ബാബുവിനെയാണ്. എങ്ങനെയാണ് മുരാരി ബാബുവിനെ കൊണ്ടുവരുന്നത്? കാരണം മുരാരി ബാബു മരിച്ചുപോയ ഒരാളാണ്. മരിച്ചുപോയ ഒരാളുടെ തലയിൽ ഇതെല്ലാം കൊണ്ട് വെച്ചതിൻ്റെ പ്രഥമ ഉത്തരവാദിത്തം അയാളുടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശിക്ഷ കുറയുമല്ലോ. അപ്പോൾ അതിനകത്ത് PS പ്രശാന്ത് അടക്കം, തന്ത്രി അടക്കമുള്ളവർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, ബോർഡ് അംഗങ്ങൾ തുടങ്ങി ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ അടക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ പ്രതിപട്ടികയും ഈ കൊണ്ടുവരുന്ന നീക്കങ്ങളും എല്ലാം തന്നെ എങ്ങും എത്തുന്നില്ല. പരമാവധി വന്നാൽ ബോർഡ് വരെ, ഈ പറയുന്ന ദേവസ്വം മന്ത്രിയിലേക്ക് പോലും, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോലും എത്താത്ത രീതിയിൽ ഇതിനെ കൃത്യമായി ചാലുവെട്ടി പ്രളയത്തെ ഒഴുക്കിവിടാൻ, ഇല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാനുള്ള എല്ലാ പരിപാടിയും SIT നടക്കുന്നുണ്ട്. ഇത് ഹൈക്കോടതി സാർ, എൻ്റെ ഒരു ഇതിൽ പറയുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയിട്ട് പോലും കാര്യമില്ല. അമ്മാതിരി ഇടപെടലാണ് ഇതിൻ്റെ അകത്ത് നടത്തുന്നത്. കോടതി ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതെ ഈ പറയുന്ന ഒരു കൊള്ളയും തെളിയാൻ പോകുന്നില്ല. ഭഗവാന്റെ സ്വർണം അടക്കമാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ പറയുന്ന പ്രതിപട്ടിക കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന SITയും അടക്കം രക്ഷിക്കാനുള്ള ഒരു പഴുതിട്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? അതിനുള്ള വേലകളല്ലേ ഇതെല്ലാം? ഇത് ലിസ്റ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇത് പലരും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്നുള്ളത്. ഒന്നാം പ്രതി മരിച്ചുപോയ ആൾ, അതിപ്പോൾ കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നുള്ള വ്യത്യാസമില്ല. അതൊരു സാങ്കേതികമാണ്. എത്രാമത്തെ പ്രതിയാണ്, ചിലപ്പോൾ 15ാമത്തെ പ്രതിയായിരിക്കും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക. ചില കൊലപാതകത്തിൽ ഒന്നാം രണ്ടും പ്രതി ഗൂഢാലോചനക്കാരൊക്കെ കയറ്റി മാറും. അതൊരു വശം. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാക്കി ലിസ്റ്റ് കാണുമ്പോൾ പ്രശാന്ത് അതുപോലത്തെ ആൾക്കാർ ഒക്കെ വരുന്നു. പിന്നെ കുറച്ച് ബോർഡിൽ ഒരു മെമ്പറുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ്, തന്ത്രി ഉണ്ട്. അതെ, തന്ത്രി പ്രധാനപ്പെട്ട ആൾ തന്നെ, തന്ത്രി ഉണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം ഇതിൻ്റെ എല്ലാ അനുഗ്രഹവും കൊടുക്കുക, നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതൃത്വം ഇത് മാറ്റി നിർത്തപ്പെടുകയാണ്. അവർ രക്ഷപ്പെടുകയാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതുപോലത്തെ ആൾക്കാരുടെ പേര് ഇതിൽ പരാമർശിക്കുന്നതേ ഇല്ല. ഇപ്പം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള പണികൾ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ചേ പാടുള്ളൂ എന്നുണ്ട്. അതെ. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നാണ് എൻ്റെ ഓർമ്മ, ആ പൊസിഷൻ്റെ പേര്. ആ വ്യക്തി അനുവാദം കൊടുക്കണമെന്നുണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. നേരെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വരണം, കൊണ്ടുപോകണം, ചെന്നൈ കൊണ്ടുപോകണം, ബാംഗ്ലൂർ കൊണ്ടുപോകണം, പലതും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു തികച്ച ഒരു ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു ഫ്രീ ഫോർ ഓൾ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ഫ്രീ ഫോർ ഓൾ, ആർക്കും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് പലരും, അപരാധികളായ പലരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അവരുദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ പ്രിയം പറഞ്ഞ പോലെ ഹൈക്കോടതി വിചാരിച്ചിട്ട് നടക്കണില്ല എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ നീണ്ടുപോകുന്നു, അനന്തമായിട്ട് നീണ്ടുപോകുന്നു കാര്യങ്ങൾ. നടപടികൾ പോകുന്നു. ഇങ്ങനെ കുറച്ച് പേര് ആദ്യം പിടിക്കുന്നു, അവർ പിന്നെ ജയിലിൽ കുറച്ച് കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങുന്നു, പിന്നെ കുറച്ച് പേര്. അപ്പോൾ ഇതിങ്ങനെ ഒരു SIT ചെയ്യുന്ന ഈ പരിപാടി ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു വിദ്യയല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. SIT അല്ലേ ഇപ്പം അന്വേഷിക്കുന്നത്. SIT എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് നിയോഗിച്ച ഒരു സംവിധാനമാണത്. പഴയ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്. അപ്പോൾ അവർക്ക് കൂറേതായാലും LDF ഗവൺമെൻറ്റിനോടല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് VD സതീശനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവർക്ക് വേദനിച്ചാൽ ഇവർക്കും വേദനിക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഇനി ഇതിനൊരു ഫലം, എന്തെങ്കിലും ഇതിനൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇതെത്തണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം. ED ഇടയ്ക്ക് കേസെടുത്തിരുന്നു. അതിൻ്റെ FIRും ബാക്കി കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ EDക്ക് കേസെടുക്കുന്നതിനും അന്വേഷിക്കുന്നതിനും ഒന്നും പ്രത്യേകിച്ച് തടസ്സമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ SITയുടെ പോക്ക് എങ്ങനെയാണ്, ഈ കേസിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാവും എന്നൊക്കെ പരീക്ഷിക്കാനായിരിക്കുമല്ലേ, അല്ലെങ്കിൽ അതൊന്ന് നിരീക്ഷിക്കാനായിരിക്കും ED ഒന്ന് വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അതാവാം. പക്ഷെ അതേസമയം CBI കൂടി രംഗത്തുണ്ടെങ്കിൽ അതിന് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ വന്നു കഴിഞ്ഞു.
അതെ. ചെന്നൈയിൽ പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു, ഇപ്പോൾ ഹൈദരാബാദിൻ്റെ കഥ പറയുന്നുണ്ട്, ആന്ധ്രാപ്രദേശിലെ ഏതോ ക്ഷേത്രങ്ങളിൽ ഈ സ്വർണ്ണം ഉപയോഗിക്കും, അങ്ങനെ പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം ഏതൊക്കെ ശരി നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഒരു അന്തർ സംസ്ഥാന ബന്ധം വന്ന സ്ഥിതിക്ക് SITക്ക് ഇനി പരിമിതികളുണ്ട് അന്വേഷണത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളിയാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരാൾ. കടകംപള്ളി വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ദേവസ്വം ബോർഡുമായിട്ട്. ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ്. ഈ പറയുന്ന ആൾക്കാരിൽ പലരും പറഞ്ഞ ചില വാക്കുകളുണ്ട്, ദൈവതുല്യർ എന്ന് പറയുന്നത്. അത് ആരായിരിക്കാം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്. പക്ഷേ ദൈവതുല്യർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന് തൊട്ട് താഴെയുള്ളവർ ഉറപ്പായിട്ടും അത് വലിയ വേണം. പങ്ക് വഹിച്ചിട്ടുണ്ടായിരിക്കും. ദൈവതുല്യർക്ക് മാത്രം സാധ്യമല്ല. അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ പറയുന്ന ദൈവത്തിന് തൊട്ട് താഴെ, ദൈവതുല്യർക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ പങ്കുണ്ടായിരിക്കില്ല. അതിലേക്കൊക്കെ അന്വേഷണം പോകണ്ടല്ലേ? പോകേണ്ടതാണ്. ഇപ്പോൾ കടകംപള്ളിയിലേക്ക് പ്രത്യേകിച്ച് പോകണം. കാരണം കടകംപള്ളിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. പ്രിയനത് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. മന്ത്രിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, ചെയ്യുന്നത് ദേവസ്വം ബോർഡാണെന്ന്. കടകംപള്ളിക്ക് ശേഷം വന്ന മന്ത്രി ആരായിരുന്നു? വാസവനായിരുന്നു. വാസവനാണ് പറഞ്ഞത്. വാസവനാണോ കടകംപള്ളിയാണോ പറഞ്ഞത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രി എന്നൊരാൾ വേണ്ടല്ലോ. അതാണ് എൻ്റെ ചോദ്യം. അതാ, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്യുന്ന ബോർഡാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വകുപ്പ് എന്തിനാ? ദേവസ്വം ബോർഡ് അങ്ങ് ചെയ്താൽ പോരെ. അതിന് മന്ത്രി എന്തിനാ? അതിനെന്താ ഈ മന്ത്രിക്കുള്ള ശമ്പളവും പേഴ്സണൽ സ്റ്റാഫും അലവൻസും കുന്തം കുടച്ചക്രവും കാറും പെട്രോളൊക്കെ എന്ത് അതിൻ്റെ ആവശ്യം എന്താ കിടക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ പരിഭ്രാന്തരാണ്, അവർ പലതും മറക്കാൻ ശ്രമിക്കുന്നു, മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു പല കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈ ഒരു സംസാരം വന്നത് ഈ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. അതായത് മന്ത്രിക്ക് ഇതിൽ പങ്കൊന്നുമില്ല, എല്ലാം നടക്കുന്ന ദേവസ്വം ബോർഡ്, അത് സ്വതന്ത്രമായ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞ പോലെ. അതൊന്നും സാധ്യമല്ലല്ലോ. പിന്നെ മന്ത്രി എന്തിനാ? ഹൈക്കോടതിയുടെ ഓർഡർ പോലും ലംഘിക്കാൻ പറ്റൂ. കാരണം ക്ഷേത്ര പരിസരത്ത് തന്നെ വേണം. പിന്നെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹം ഹൈക്കോടതി നിയമിച്ച ഓഫീസറുടെ എൻഡോഴ്സ്മെൻറ്റ് വേണമെന്നുള്ള ഒന്നും എല്ലാം കാറ്റിൽ പറത്തപ്പെട്ട് ഒന്നും നടന്നിട്ടില്ല അവിടെ. അപ്പോൾ ഹൈക്കോടതിക്ക് പോലും പുല്ലുവില അവർ കൽപ്പിച്ചിട്ടുള്ളൂ. അതെ. അതുകൊണ്ട് ഈ SIT അന്വേഷണം എവിടെയും ചെന്നെത്തില്ല. ഇനി മരിച്ചുപോയ മുരാരി ബാബുവാണ് ഇതെല്ലാം കൂടി ചെയ്തതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലാൻ പതിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, മരിച്ചുപോയ ആൾക്കാരെ സാധാരണ പ്രതിപട്ടി എന്നൊക്കെ ഒഴിവാക്കുകയല്ലേ ചെയ്യും? സാധാരണ ഒഴിവാക്കാറ പതിവ്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഒരു ഗൂഢോദ്ദേശം ഉണ്ടെന്ന് സംശയിച്ചു. ഗൂഢോദ്ദേശമുണ്ട്. കാരണം മരിച്ചുപോയ ആൾ പ്രതിയാക്കിയിട്ട് എന്ത് കാര്യമുണ്ട്? അയാളുടെ അടുത്ത് തെളിവെടുക്കാൻ പറ്റുമോ? അയാളെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഒന്നും സാധ്യമല്ല. അപ്പോൾ അതിലൊരു ലോജിക്കില്ല മരിച്ച ആളെ പ്രതിയാക്കണതിൽ. സാധാരണ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പ്രതി മരിച്ചു പോയി കഴിഞ്ഞാൽ സാധാരണ ആ തരം കേസുകൾ ക്ലോസ് ചെയ്യലൊക്കെയാണ് പതിവ്. അതെ. അത് അയാൾ ശിക്ഷിക്കപ്പെടാനുള്ള വകുപ്പില്ലല്ലോ. ഇല്ല. മരണാനന്തര ശിക്ഷയ്ക്കൊന്നും വകുപ്പില്ല. അപ്പോൾ ഇതിൽ മുഴുവൻ ഗൂഢാലോചന തന്നെ നടക്കുന്നത്. പ്രശാന്തും പറയുന്ന പ്രശാന്ത് പറഞ്ഞ ഗൂഢാലോചനയുടെ അർത്ഥം വേറെയാണ്. അയാളെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന. പക്ഷേ ആക്ച്വലി ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിൽ. അതെ, ശരിക്കും ഗൂഢാലോചന ഉണ്ട്. അതിൽ ഈ ഇന്നത്തെ ഭരണകക്ഷിക്കും പങ്കുണ്ട്. അതെ, ഉറപ്പായിട്ടുണ്ട്. കാരണം ഈ ഭരണകക്ഷി ഈ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ട അവരുടെ അധികാര പരിധിയിൽ പെടുന്നതാണ്. അവർ വിചാരിച്ചെങ്ങനെയല്ല, ഇലക്ഷന് മുമ്പ് മറ്റേ പാട്ടൊക്കെ ഉണ്ടാക്കി പാടിയില്ലേ, സ്വർണ്ണം കറ്റത് ആലപ്പാന്നൊക്കെ, അതോടുകൂടി ഞങ്ങളുടെ അവതാരോദ്ദേശം കഴിഞ്ഞൊന്നും വിചാരിച്ചിരിക്കുക അവർക്ക് ഇവർ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ല. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് പേടിയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം വന്നിട്ടുണ്ട്, ഒപ്പം അടൂർ പ്രകാശുണ്ട്. സാധാരണ ഇവിടുത്തെ കരുണാകരൻ പണ്ട് കാണാൻ പോയിട്ട് ഒരു വിൻ്റർ സീസണിൽ തണുപ്പത്ത് ഇറങ്ങലിച്ച ആ പാവപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ പോയിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട് സോണിയാഗാന്ധിയെ. പായസം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഫോട്ടോയിൽ, ഒപ്പം തന്നെ അടൂർ പ്രകാശിക്കുന്നു. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു? കയ്യിൽ ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബന്ധങ്ങളുടെ നീളം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കോടതിക്ക് ഇനി ഭയമുണ്ടോയെന്നറിയില്ല. പറയാൻ വയ്യ. കാരണം ബന്ധങ്ങളുടെ വ്യാപ്തി കൂടുതലാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ വ്യാപ്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ SITക്ക് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടൊരു സാധനം പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ല. സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണത്തിൽ കൂടി തന്നെ പറ്റുള്ളൂ. അതേതായാലും ഇവിടുത്തെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടാലേ സെൻട്രൽ ഏജൻസിക്ക് വരാൻ പറ്റുള്ളൂ, CBIക്ക്. അതൊരു ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല.